ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കപ്പ. നമ്മുടെ പൂള ആദ്യമായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ വേവിച്ച് വെച്ച് പൂള എടുത്ത് അതിലേക്ക് നമ്മളിതേ ഉള്ളി ഇതുപോലെ നമ്മളിപ്പം കട്ട് ചെയ്യുന്നില്ല, പെട്ടെന്ന് ആയിക്കോട്ടെ വെച്ചിട്ട് വെറുതെ ഒന്ന് ഇതിലിട്ട് തിരിച്ചാൽ മാത്രം മതി. അപ്പം നമ്മുടെ ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞ് കിട്ടും. ഉള്ളി മാത്രമല്ല കേട്ടോ, എല്ലാ സാധനങ്ങളും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല നൈസായിട്ട് കിട്ടും. നമുക്ക് പെട്ടെന്ന് പണി തീരുമെന്ന് ചെയ്യും, അതിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മുളകും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലി കരിയേപ്പയും കൂടി ഇതിലേക്ക് ഇട്ട് ചേർക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പൂളിലേക്ക് ഈ ഒരു അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈദ നമ്മളിപ്പോൾ ആവശ്യത്തിന് ചേർത്താൽ മതി. കാരണം പൂളയുടെ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മൈദ കുറച്ച് മതി. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം നമ്മൾ മൈദ ചേർക്കേണ്ടി വരും. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ചേച്ച് നമ്മളൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ആഡ് ചെയ്യുന്നത്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് മാത്രം ഇടുക, കാരണം എരിവ് കൂടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ചിലപ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടമായിരുന്നു വരില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മയം കിട്ടും. അപ്പം വെളിച്ചെണ്ണയും വെള്ളവും ആക്കിയിട്ട് നന്നായിട്ടൊന്നും കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ പണിയെന്ന് വെച്ചാൽ ഇതിന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യമായിട്ട് ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കിയതായിട്ട് വെളിച്ചെണ്ണ ചൂടായണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഇതുപോലത്തെ ചട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ ഫ്രൈ പാൻ ആണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. അടുപ്പത്തിൽ ഇതുപോലൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നന്നായി ചൂടായതിനു ശേഷം ഈ മാവിനെ നമ്മളിപ്പം നേരെ ഒന്ന് പരത്തി വിട്ടതാണ് കേട്ടോ. കാരണം ഇതെല്ലാം നമുക്ക് വേറെ ഷേപ്പിൽ വേണമെങ്കിൽ വേറെ ഷേപ്പം റൗണ്ടോ ഇനി മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് റിങ് ആയിട്ടൊക്കെ നമുക്കിതിൽ ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നേരെ ആക്കി കട്ട് ചെയ്ത് പൊരിച്ചെടുക്കുക ചെയ്തത്. അപ്പം നമ്മൾ പൊട്ടാറ്റോ ഒക്കെ കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാണാൻ. അപ്പം അതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. നല്ലൊന്ന് മൊരിഞ്ഞ് വരുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം ഇത് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഉള്ള പൂളയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. വൈകുന്നേരങ്ങളിൽ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവരെന്തായാലും വിശന്ന് വരുമായിരിക്കും. അപ്പം ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനും പ്രത്യേക രുചിയല്ലേ അല്ലേ. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ കടിക്കുമ്പോഴത്തേക്ക് കിറുകിറ എന്നുള്ള സൗണ്ട് ഉണ്ടായി വരുന്നുണ്ട്. അപ്പം ഇതുപോലെ നമ്മളിപ്പം ഒരു കെച്ചപ്പിൽ മുക്കി എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ സംഗതി സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റി ഫുഡാണ്, വെറുതെ പറയല്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിടുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.